ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ ചക്കയുടെ ഉണ്ടാക്കാൻ പോവാണ് ഫ്രണ്ട്സ്. അപ്പം നമുക്ക് അതിലോട്ട് പോയാലോ? അപ്പോൾ അവിടെ ചക്ക ഇരിക്കുന്ന കണ്ടപ്പോൾ അമ്മയോട് ചോദിച്ചു ചക്ക വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കി തരാമെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു ചക്ക മുറിച്ചതിനെ വേണമെങ്കിൽ ഉണ്ടാക്കുമെന്ന്. അങ്ങനെ അമ്മ മുറിച്ചൊക്കെ തന്ന് അങ്ങനെ റിച്ച് പിച്ചിടാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടുവച്ചു. അപ്പോൾ ചേച്ചി ഉണ്ടായിരുന്നു, ചേച്ചിനെ സഹായിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ പറഞ്ഞു ഞാൻ തിന്ന് സഹായിക്കാമെന്ന്. അങ്ങനെ അമ്മ തിന്ന് സഹായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളുടെ വീട്ടിലെങ്ങാനും ഇതേണക്കുള്ള അമ്മമാരല്ലേ? അങ്ങനെ ഞാനും അമ്മയും കൂടി പിന്നെ ഇരുന്ന് കോഴി ഉണ്ടായതുകൊണ്ട് കോഴിക്ക് അതിൻ്റെ ബാക്കി വന്ന വേസ്റ്റ് എല്ലാം അരിഞ്ഞൊക്കെ വെച്ചു. ഇനി നമുക്ക് ചക്കയുടെ ഉണ്ടാക്കാം ഫ്രണ്ട്സ്. അങ്ങനെ ഞാൻ ഗ്യാസിൽ പാത്രത്തിൽ കുറച്ച് വെള്ളവും ശർക്കരയും ഇട്ടു. അതൊന്ന് നല്ല രീതിയിൽ അരിഞ്ഞു വന്നപ്പോഴത്തേക്ക് ചക്ക കുറച്ച് അടിച്ചെടുത്തു. ഇതാകുമ്പം വേഗം നല്ല രീതിയിൽ കുറുകി വരും, കുറച്ചുകൂടി ഈസി ആയിരിക്കും നമുക്ക് ചക്ക അടിച്ചെടുത്ത് കഴിഞ്ഞാൽ. അതിനകത്ത് കുറച്ച് നെയ്യും ഏലക്കപ്പൊടി ഞാൻ ചേർത്തായിരുന്നു, അത് എടുക്കാൻ വേണ്ടി വിട്ടുപോയി. പിന്നെ കുറച്ച് നേരം റിച്ചുമായിട്ട് അവൻ്റെ കഥകളൊക്കെ കേട്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഇത് നല്ല രീതിയിൽ കുറുകി വന്നായിരുന്നു. അപ്പം കുറച്ച് തേങ്ങയും കൂടി ഇട്ടു നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്തു. പിന്നെ അരിപ്പൊടി ഇട്ട് നല്ലോണം ഇളക്കി. വേറെ ക്യാമറമാൻ ഇല്ല, അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങനെ വെച്ചിട്ട് എടുക്കുകയാണ്. അപ്പോഴത്തേക്ക് അമ്മേനെ ഇലയൊക്കെ പിച്ചിക്കൊണ്ട് വന്നു. അതിനകത്ത് അങ്ങനെ നമ്മൾ ഇലക്കകത്ത് എല്ലാം സെറ്റ് ചെയ്തു. നേരെ അടുപ്പിലോട്ടാണ് നമ്മൾ കൊണ്ടുപോയത്. എന്ന് വെച്ചാൽ അടുപ്പിൽ വെച്ച് വേവിക്കുമ്പം കുറച്ചും കൂടി ടേസ്റ്റ് വരും. അതുകൊണ്ട് നമ്മൾ അടുപ്പിനകത്താണ് എല്ലാം വെച്ച് വേവിച്ചെടുത്തതൊക്കെ. അങ്ങനെ വെന്ത് കഴിഞ്ഞ് കുറച്ച് നമ്മൾ പാത്രത്തിലോട്ട് എടുത്തു. അപ്പോഴത്തേക്കിന് അച്ഛനും ചേച്ചിയെല്ലാം വന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും അത് കഴിച്ചു. അങ്ങനെ അച്ഛനും ചേച്ചിയും അമ്മയും എല്ലാവരും സൂപ്പറാന്ന് പറഞ്ഞു. അപ്പം ബൈ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.